ഇന്ന് നമുക്ക് ഡ്രാഗൺ എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വലിയൊരു കമ്പനിയിൽ ജോലി നേടിയ നായകന്റെ വിവാഹവും ഉറപ്പിച്ചു. എന്നാൽ ഒടുവിൽ ഈ ഒരു ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടായവരെല്ലാം പോലീസ് പൊക്കുകയാണ്. അതിൽ നായകനെ പോലീസ് പൊക്കിയോ ഇല്ലയോ, നായകന്റെ ജീവിതം എന്തായി എന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് 2014 കാലഘട്ടം. ഒരു സ്കൂളാണ് കാണിക്കുന്നത്. അവിടെയാണ് നായകനായ രാഘവൻ പഠിക്കുന്നതും. ഈ രാഘവൻ പഠിക്കാനൊക്കെ നല്ല മിടുക്കനായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയത്തിലും ഫസ്റ്റ് വാങ്ങുന്നതിനാൽ അവൻ അവാർഡൊക്കെ കൊടുക്കുകയാണ്. എന്നാൽ ഈ രാഘവനെ അവന്റെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന അഞ്ജന എന്ന പെൺകുട്ടിയെ ഇഷ്ടമാണ്. അവളെ പോയി പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് അവൾ പറയുന്നത്, എനിക്ക് നിന്നെപ്പോലെ ഒരുത്തനെ അല്ല ഇഷ്ടം, നീയാണെങ്കിൽ ആള് സൈലന്റ് ആണ്, പഠിക്കാൻ ഒരു ബുജിയും, എനിക്കിഷ്ടം കുറച്ച് ആക്റ്റീവായിട്ടുള്ള കുരുത്തക്കേടുകളൊക്കെയുള്ള ആമ്പിള്ളരെയാണെന്നും അഞ്ജന പറയുന്നു. അതോടുകൂടി രാഘവൻ തളർന്നു പോയി. രാഘവൻ ഉടനെ തന്നെ അവന്റെ കൂട്ടുകാരൻ്റെ അടുത്തെത്തി ആ ഒരു കാര്യം പറയും. അപ്പോൾ അത് കേട്ട് കൂട്ടുകാരൻ പറയുന്നത്, എടാ നിന്റെ പേര് ഡി രാഘവൻ എന്നല്ലേ, അതുകൊണ്ടായിരിക്കാം നിന്നെ അവൾ നോ പറഞ്ഞത്. നീ ഇനി തൊട്ട് നിന്റെ പേര് ഡ്രാഗൺ എന്നാക്കി നോക്കിയേ, അപ്പോൾ നിനക്ക് ഒരുപാട് പെൺകുട്ടികൾ സെറ്റാകുമെന്നും കൂട്ടുകാരൻ ഉപദേശിച്ചു. അത് കേട്ട് തന്റെ പേര് പിന്നീട് ഡ്രാഗൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് രാഘവനും. അതിനുശേഷം 2020 കാലഘട്ടം ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ് കാണിക്കുന്നത്. അവിടേക്ക് വരികയാണ് കോളേജ് പ്രിൻസിപ്പാൾ. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു ഫ്രഷേഴ്സ് ഡേ നടക്കുന്നുണ്ട്. അതിൽ വന്ന് പ്രസംഗിക്കാനെത്തിയ പ്രിൻസിപ്പാൾ ആണെങ്കിൽ രാഘവന്റെ ഫോട്ടോ കാണിച്ചിട്ട് പറയുന്നത്, ദേ ഒരു സ്റ്റുഡന്റ് എങ്ങനെ ആയിരിക്കരുത് എന്നുള്ള ഒരു സ്റ്റോറി ഞാൻ ഇവനെ വെച്ച് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് രാഘവനെ കുറിച്ചുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ആണ് പറയുന്നത്. ഈ രാഘവൻ ആ ഒരു കോളേജിൽ പഠിച്ചതാണ്. രാഘവന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു കീർത്തി. ഇവർ രണ്ടുപേരും ഒടുക്കത്തെ പ്രേമവും. അങ്ങനെ ഇരിക്കെ കോളേജിലെ കുട്ടികളെ വിരട്ടുവാനായിട്ട് കുറച്ച് ഗുണ്ടകൾ അവിടേക്ക് കയറി പ്രശ്നമുണ്ടാക്കുന്നു. പ്രശ്നത്തിന് പങ്കെടുക്കുവാനായി പോകുന്ന രാഘവനെ കീർത്തി തടഞ്ഞിട്ട്, ദേ നിനക്ക് ആവശ്യത്തിലധികം പ്രശ്നം ഇവിടെയുണ്ട്, ഇതും കൂടി എടുത്ത് തലയിൽ വെക്കരുത് എന്ന് പറഞ്ഞിട്ട് പോലും അവൻ കേൾക്കാതെ അവിടെ വന്ന ഗുണ്ടകളെയൊക്കെ എടുത്തിട്ട് തല്ലും. ആ ഒരു തല്ലിനിടയിൽ പ്രിൻസിപ്പാൾ അവിടേക്ക് വരും. പ്രിൻസിപ്പാൾ വരുന്ന കാറിന്റെ ചില്ലിലാണെങ്കിൽ രാഘവൻ എടുത്തെറിഞ്ഞത് കൊണ്ട് കാറിന്റെ ചില്ലും പൊട്ടി. അതോടുകൂടി പ്രിൻസിപ്പാൾ ആണെങ്കിൽ രാഘവനെയും കൂട്ടരെയും വിളിച്ചു നിർത്തുകയാണ്. എന്നിട്ട് രാഘവനോട് അവൻ ഇത്രയും വലിയ പ്രശ്നമുണ്ടാക്കിയതിന് അവനെ സസ്പെൻഡ് ചെയ്യുവാണെന്ന് പറയുന്നു. അത് കേട്ട് ദേഷ്യം വരികയാണ് രാഘവന്. എന്നാൽ അവന്റെ കൂട്ടുകാരാണെങ്കിൽ അവനൊപ്പം നിൽക്കും. ഞങ്ങളും ഉണ്ടായിരുന്നു ആ പ്രശ്നത്തിലെന്ന് കൂട്ടുകാർ പറയുമ്പോൾ, ദേ ഇവൻ ഒരു തവണ പോലും ക്ലാസ്സിൽ കയറിയിട്ടില്ല, ഇവൻ കോളേജിൽ വരുന്നത് എന്തിനെന്ന് പോലും ഇവന് തന്നെ അറിയത്തില്ല, അങ്ങനെയുള്ള ഇവന്റെ കൂടെ നിന്നാൽ നിങ്ങൾക്കും പണി കിട്ടും. അത് കേട്ട് ദേഷ്യം വന്ന രാഘവനാണെങ്കിൽ, ഞാൻ ക്ലാസ്സിലും കയറത്തില്ല, കോളേജിലും വരത്തില്ല, ഇനി ഞാൻ എത്ര അരിയേഴ്സ് ഉണ്ടായാലും അത് എഴുതിയെടുക്കാൻ പോലും വരത്തില്ല എന്ന് പറഞ്ഞ് അവന്റെ ഐഡന്റിറ്റി കാർഡ് മൂരി പ്രിൻസിപ്പാളിന്റെ കൈവശം കൊടുത്തിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നതും. സത്യത്തിൽ രാഘവൻ കോളേജിൽ പഠിക്കാൻ വരുന്നതേയല്ല. അവൻ അന്നൊരു പെൺകുട്ടി റിജക്ട് ചെയ്തില്ലേ, ആ ഒരു വാശിയിൽ പഠിക്കത്തുമില്ല, ഇങ്ങനെ സപ്ലൈയും അടിച്ച് ക്ലാസ്സിലും കയറാതെ നടക്കുകയാണ്. താനൊരു സൂപ്പർ സ്റ്റാർ ആണെന്ന മട്ടിലാണ് രാഘവൻ കോളേജിൽ വിലസുന്നതും. എന്നിട്ട് പ്രിൻസിപ്പാൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റിനോട് പറയുന്നുണ്ട്, ഒരു സ്റ്റുഡൻസും ഇതുപോലെ ആകരുത്, ഇവനൊക്കെ ഇപ്പോൾ എവിടെ എത്തി കാണുമോ എന്തോന്നൊക്കെ അവന് വെറും പുച്ഛമായിട്ടാണ് പ്രിൻസിപ്പാൾ സംസാരിക്കുന്നതും. അതിനുശേഷം രാഘവനെയാണ് കാണിക്കുന്നത്. രാഘവനാണെങ്കിൽ ജോലിക്ക് പോകുവാനായിട്ട് റെഡി ആവുകയാണ്. നല്ല ഷർട്ടും പാന്റും ഒക്കെ ധരിച്ച് ഇൻഷർട്ടൊക്കെ ചെയ്ത് അവൻ ഇട്ടുകൊണ്ട് പോകുവാനുള്ള ഷൂ ഒക്കെ റെഡിയാക്കി കൊടുക്കുന്നത് അവന്റെ അച്ഛനാണ്. എന്നിട്ട് അവന്റെ അച്ഛൻ പറയുന്നുണ്ട്, മോന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം, എനിക്കിവിടെ ഫ്രെയിം ചെയ്ത് വെക്കാനെന്നാണ്. എന്നാൽ അവൻ പറയുന്നത്, സർട്ടിഫിക്കറ്റ് ഞാൻ കമ്പനിയിൽ കൊടുത്തച്ചാ, അതുകൊണ്ട് എനിക്ക് ആ കമ്പനിയിൽ നിൽക്കണമെങ്കിൽ സർട്ടിഫിക്കറ്റ് അവിടെ വേണമെന്നും കള്ളം പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. യഥാർത്ഥത്തിൽ രാഘവൻ പോകുന്നത് എവിടേക്കെന്നാൽ അവന്റെ കൂട്ടുകാർക്കടുത്തേക്കാണ്. ഇത്രയും നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് അവൻ കൂട്ടുകാരുടെ റൂമിൽ ചെന്നിട്ട് അവിടെ ഇരുന്ന് ടിവിയും കണ്ടുകൊണ്ട് വൈകുന്നേരം വരെ ഇരിക്കും. എന്നിട്ട് നേരെ വീട്ടിൽ പോകും. ഇതാണ് അവൻ ഡെയിലി ചെയ്യുന്നതും. എന്നാൽ ഈ കൂട്ടുകാർക്കൊക്കെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇവരെല്ലാവരും ജോലിക്കും പോകുന്നുണ്ട്. പക്ഷേ രാഘവന് ഡിഗ്രി സർട്ടിഫിക്കറ്റേ ഇല്ല. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അവന്റെ കൂട്ടുകാർക്ക് ശമ്പളം കിട്ടുന്ന സമയത്ത് ഓരോരുത്തരുടെ കയ്യിൽ നിന്നും 1000 രൂപ വെച്ച് വാങ്ങും. അങ്ങനെ ഒരു 18,000 രൂപ ഒപ്പിച്ചിട്ട് അത് നേരെ വീട്ടിൽ കൊണ്ടുവന്ന് അച്ഛനും അമ്മയ്ക്കും കൊടുക്കും. അച്ഛനും അമ്മയ്ക്കും അതൊരുപാട് സന്തോഷമാകും. എന്നിട്ട് അതേ 18,000 രൂപ തന്നെ ഓരോ ആവശ്യം പറഞ്ഞ് അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് വാങ്ങി ഏത് കൂട്ടുകാരുടെ കയ്യിൽ നിന്നാണോ കാശ് വാങ്ങിയത് അവർക്കൊക്കെ അത് തിരികെ കൊടുക്കുന്നു. ഇത് തന്നെയാണ് ഇപ്പോൾ കുറെ നാളുകളായി അവൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നതും. അവൻ ഇപ്പോഴും കീർത്തിയുമായിട്ട് അഫെയറിലാണ്. കീർത്തിക്ക് ഡിഗ്രിയൊക്കെ കിട്ടി, പക്ഷെ രാഘവനില്ലല്ലോ.
മിക്ക ടൈമും കൂട്ടുകാരുടെ ഫ്ളാറ്റിൽ ചെന്നിരുന്ന് കീർത്തിയോടൊപ്പം സമയം ചിലവഴിക്കലാണ് രാഘവന്റെ പരിപാടി. അങ്ങനെയിരിക്കെ ഒരു ദിവസം കീർത്തിയാണെങ്കിൽ രാഘവനെ കാണുവാനായും എത്തി. പക്ഷെ അന്ന് വന്നത് രാഘവന്റെ ഹൃദയം തകർക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ്. എന്തെന്നാൽ കീർത്തിക്ക് ഒരുപാട് കല്യാണാലോചനകൾ വരുന്നു. അതിൽ അവസാനം വന്നതിന് ഏകദേശം 1.5 ലക്ഷം രൂപ ശമ്പളമുണ്ട്. കീർത്തിക്കാണെങ്കിൽ രാഘവനെ എങ്ങനെ വിവാഹം കഴിക്കാൻ പറ്റും? അവന് സ്വന്തമായി ജോലിയോ വരുമാനമോ? കീർത്തിയെ കല്യാണം കഴിച്ചാൽ അവളെ നോക്കാൻ പോലും ഈ രാഘവന് പറ്റത്തില്ല. ഇവനെ ഞാൻ കല്യാണം കഴിച്ചാൽ എങ്ങനെ ജീവിക്കുമെന്ന് കീർത്തി ചിന്തിച്ചു. അങ്ങനെ അവൾ ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനം ഇപ്പോൾ രാഘവനോട് പറയുകയാണ്. എന്തെന്നാൽ താൻ ആ വന്ന ആലോചന സമ്മതിക്കുവാനായി പോവുകയാണ്. നീ ഇനി ഒരിക്കലും സെറ്റിലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് എന്നെ മറന്നേക്കണം, നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നതും. അവൾ പറഞ്ഞ ആ ഒരു വാർത്ത രാഘവന് താങ്ങാനായില്ല. രാഘവൻ കൂട്ടുകാരോട് പറയുന്ന സമയത്തും കൂട്ടുകാർ പറയുന്നത്, നീ ജോലിയൊന്നുമില്ലാതെ ഇങ്ങനെ ഇരുന്നാൽ എന്ത് ചെയ്യാനാ, നിനക്ക് നല്ലൊരു ജോലിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്കിങ്ങനെ സംഭവിക്കില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരവനെ കുറ്റപ്പെടുത്തുകയും പിന്നീട് സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷെ ദിവസം കഴിയും തോറും രാഘവന്റെ അവസ്ഥ വല്ലാതെ മോശമായി വന്നുകൊണ്ടേയിരുന്നു. ഉറങ്ങുവാൻ പോലും അവന് കഴിയുന്നില്ല. അവൻ കീർത്തിയുടെ പേര് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒരിക്കൽ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് രാഘവന് മയക്കം വരുന്നു. അവനെ കൂട്ടുകാർ ഹോസ്പിറ്റലിലും എത്തിക്കുന്ന സമയത്ത് ഡോക്ടറിന് മനസ്സിലായി ഇവൻ ഉറക്കമില്ലാത്തത് കൊണ്ടാണ് അവൻ ഇങ്ങനെ ഒരു മയക്കം വന്നതെന്നും ഡോക്ടറിന് മനസ്സിലായി. മാത്രമല്ല ഡോക്ടർ കൂട്ടുകാരിൽ നിന്നും രാഘവന്റെ ആ ഒരു ബ്രേക്കപ്പ് ന്യൂസ് അറിയുകയാണ്. ഡോക്ടറാണെങ്കിൽ അവനെ ഒരുപാട് ഉപദേശിക്കും. ബ്രേക്കപ്പ് ആയിരുന്നാലും ഇങ്ങനെയൊന്നും ഉറക്കമില്ലാതെ ഒന്നും നടക്കരുത്, നീ അതിൽ നിന്നെല്ലാം പുറത്തേക്ക് വരണമെന്ന് ഡോക്ടർ അവനെ ഉപദേശിച്ചു. അങ്ങനെ രാഘവൻ വീണ്ടും തിരികെ വീട്ടിൽ വന്നിട്ട് പോലും രാഘവനെ കീർത്തി എന്നും ഡോക്ടർ എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കാരണം കീർത്തി പറഞ്ഞ വാക്കുകളും ഡോക്ടറിന്റെ ആ നല്ല ഉപദേശങ്ങളും അവന്റെ മനസ്സിൽ വന്നുകൊണ്ടേയിരുന്നു. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്ന രാഘവനാണെങ്കിൽ എനിക്കും 1.5 ലക്ഷം രൂപ ശമ്പളമുള്ള ജോലി വേണമെന്ന് കൂട്ടുകാരോട് പറയുമ്പോൾ കൂട്ടുകാർ ചോദിക്കുന്നത്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാത്ത നിനക്ക് എങ്ങനെയാ 1.5 ലക്ഷം രൂപ ശമ്പളമുള്ള ജോലി കിട്ടുന്നത്? ഇവിടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് പോലും ഞങ്ങളൊക്കെ ഇവിടെ കഷ്ടപ്പെടുകയാണെന്നും കൂട്ടുകാർ പറയുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവരുടെ റൂമിലേക്ക് മറ്റൊരു ഫ്രണ്ട് വരികയാണ്. അവൻ കല്യാണമൊക്കെ കഴിഞ്ഞ് അവന് കുട്ടികളുമൊക്കെയുണ്ട്. അവനൊരു വിദേശ രാജ്യത്താണ് ഇപ്പോൾ ജോലി ചെയ്യുന്നതും. അവനാണെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലുമില്ല. എങ്ങനെയാണ് നീ ഇത്രയും സെറ്റിൽ ആയതെന്ന് രാഘവൻ ചോദിക്കുന്ന സമയത്ത്, എനിക്ക് നിന്നെ പോലെ ഒരുപാട് സപ്ലൈ ഉണ്ടായിരുന്നു, പക്ഷെ ആ ഏജൻസി വഴി ഞാൻ ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. ദേ എനിക്കിപ്പോൾ 1 ലക്ഷത്തിന് പുറത്ത് ശമ്പളമുണ്ട്. എന്റെ ജീവിതം ഇപ്പോൾ രാജാവിനെ പോലെയാണെന്നും കൂട്ടുകാരൻ പറയുന്നത് കേട്ട് രാഘവന്റെ കണ്ണ് തള്ളി. ഏതാടാ ഏജൻസി എന്ന് ചോദിച്ച് അതിന്റെ ഡീറ്റെയിൽസും വാങ്ങിയിട്ട് നേരെ ഏജൻസിയിലേക്ക് പോകുന്നു. എന്നാൽ അവിടെയുള്ളവർ പറഞ്ഞത് രാഘവൻ ഇപ്പോഴുള്ള സപ്ലി വെച്ച് ഏകദേശം 10 ലക്ഷം രൂപയാകും സർട്ടിഫിക്കറ്റ് റെഡിയാക്കുന്നതിനെന്ന് പറയുന്നു. അത് കേട്ട് രാഘവന്റെ മനസ്സ് തന്നെ തളർന്നു പോയി. അവൻ നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഒരു കള്ളത്തരം പറയും. എന്തെന്നാൽ അവന് പുതിയ ജോലി റെഡിയായി, ഏകദേശം 1.5 ലക്ഷത്തിന് പുറത്ത് ശമ്പളം കിട്ടും. അപ്പോൾ എന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം പഴയ കമ്പനിയിൽ ഇരിക്കുകയാണല്ലോ, ആ കമ്പനിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ 10 ലക്ഷം രൂപ ഫൈൻ അടയ്ക്കണമെന്നും അവൻ വന്നിട്ട് അച്ഛനോടും അമ്മയോടും പറയുന്നു. അത് കേട്ട് അമ്മയും അച്ഛനും ഞെട്ടി. അച്ഛൻ പറയുന്നത്, ദേ നിന്നെ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ തന്നെ ഉള്ള സ്വത്തെല്ലാം വിറ്റിട്ടാണ് നിന്നെ പഠിപ്പിച്ചത്, ഇനി നിനക്ക് 10 ലക്ഷം രൂപ കൂടി തരണോ എന്ന് പറയുമ്പോൾ അത് കേട്ട് രാഘവൻ അച്ഛനോടും അമ്മയോടും വഴക്കിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. എന്നാൽ അച്ഛൻ പിന്നീട് പറയുന്നത്, നമ്മുടെ മകന് വേണ്ടിയിട്ടല്ലേ, അവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്, അതുകൊണ്ട് ഇത്തവണ കൂടി അവനെ സഹായിക്കാമെന്ന് പറഞ്ഞ് അവരുടെ കൈവശം അവസാനമുണ്ടായിരുന്ന ഭൂമിയും കൊണ്ടുവന്ന് പണയം വെച്ച് 10 ലക്ഷം രൂപ രാഘവന് നൽകി. രാഘവൻ ആ കാശുമായി ഏജൻസിയിലെത്തി. എന്നാൽ അവർ പറയുന്നത് അവന്റെ സർട്ടിഫിക്കറ്റ് വരുന്നതിന് ഏകദേശം 1 ആഴ്ച എടുക്കും. ആ 1 ആഴ്ച വരെ അവിടെയുള്ള ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുവാനായിട്ടും രാഘവനോട് പറഞ്ഞു. രാഘവനും അതിന് തയ്യാറായി. രാഘവന് യുഎസിലുള്ള ഒരു കമ്പനിയിലേക്കാണ് ജോലി റെഡിയാക്കി കൊടുക്കുന്നതും. അവന് എല്ലാ സഹായവും ചെയ്യുന്നത് അവിടുത്തെ മാർക്ക് എന്നൊരാളാണ്. എന്തെന്നാൽ രാഘവന് വേണ്ടിയിട്ട് എക്സാം എല്ലാം എഴുതുന്നത് മാർക്കാണ്. ബാക്കിയുള്ള എല്ലാ സഹായവും ചെയ്യും. എന്നാൽ ഇന്റർവ്യൂ വരുന്ന സമയത്ത് മാത്രം രാഘവൻ സംസാരിക്കണം. പക്ഷേ സംസാരിക്കണ്ട, ചുണ്ടനയ്ക്കൽ മാത്രം മതി, ബാക്കിൽ നിന്നും മാർക്ക് സംസാരിക്കും. അതാണ് അവരുടെ പ്ലാനും. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ റിട്ടേൺ എക്സാം എല്ലാം കംപ്ലീറ്റ് ചെയ്ത് രാഘവൻ അതിൽ പാസ്സായി. ഇനി അടുത്തത് ഇന്റർവ്യൂ നടത്തുന്നത് VP എന്നൊരാളാണ്. വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് ഇന്റർവ്യൂ നടക്കുന്നതും. എന്നാൽ രാഘവൻ ചുണ്ടനക്കുക മാത്രമാണല്ലോ ചെയ്യുന്നത്. അത് കണ്ട് VPക്ക് നല്ല സംശയമുണ്ടായി. VP ആണെങ്കിൽ നിന്റെ ചുറ്റുപാടൊന്ന് കാണിച്ചു തന്നെ എന്ന് പറയുമ്പോൾ മാർക്കിരിക്കുന്ന സ്ഥലം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലവും രാഘവൻ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ സംശയമില്ലാതെ ഒരുവിധം ആ ഒരു ഇന്റർവ്യൂ കംപ്ലീറ്റ് ചെയ്യുകയാണ്. രാഘവന് ഈ ജോലി കിട്ടി.
കീർത്തിയുടെ പയ്യന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളമാണ് രാഘവന് കിട്ടിയത്. 1.5 ലക്ഷത്തിന് പുറത്ത് ശമ്പളമുണ്ടായിരുന്നു. 3 മാസത്തിനകം അവൻ നന്നായി ജോലി ചെയ്യുന്നതിനാൽ അവന് ബെസ്റ്റ് എംപ്ലോയി ആയി പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ പതിയെ പതിയെ അവന് വലിയ വലിയ ശമ്പളങ്ങൾ കിട്ടിത്തുടങ്ങി. അങ്ങനെ അവൻ പുതുതായിട്ടൊരു വീട് വാങ്ങുവാനായും തീരുമാനിച്ചു. 1.5 കോടി രൂപ വിലമതിക്കുന്ന വീടാണ് അവൻ വാങ്ങുവാനായും തീരുമാനിക്കുന്നത്. EMI ഇട്ട് പതിയെ പതിയെ അടയ്ക്കാമെന്നാണ് രാഘവന്റെ പ്ലാനും. അച്ഛനും അമ്മയും ആരുടെ കൈവശമാണോ ആ ഒരു വസ്തു പണയം വെക്കാൻ കൊടുത്തില്ലേ, രാഘവന്റെ വീട് കണ്ട് അയാളുടെ കണ്ണുവരെ തള്ളിപ്പോയി. അച്ഛനോടും അമ്മയോടും രാഘവനെ പുകഴ്ത്തിയാണ് അയാൾ സംസാരിക്കുന്നതും. അങ്ങനെ അച്ഛനും അമ്മയും രാഘവനെ വിവാഹം കഴിപ്പിക്കുവാനായും തീരുമാനിച്ചു. രാഘവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ആരെങ്കിലും ഇഷ്ടമാണോ? ഉണ്ടെങ്കിൽ പറ, നമുക്ക് കല്യാണം ആലോചിക്കാമെന്ന് പറയുമ്പോൾ രാഘവൻ പറയുന്നത്, എനിക്ക് പ്രണയമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയെ ആലോചിക്കുവാനായും പറഞ്ഞു. അച്ഛനും അമ്മയും മാട്രിമോണി വഴി നോക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതായാലും മതിയെന്ന് പറയും. എന്നാൽ അച്ഛന് പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു. അയാളുടെ മകളുടെ പേരാണ് പല്ലവി. പല്ലവിയെ ആലോചിക്കാമെന്നും അച്ഛൻ തീരുമാനിക്കും. പല്ലവിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചിയെ വലിയൊരു പണക്കാരനെ കൊണ്ടാണ് വിവാഹം കഴിപ്പിച്ചതും. എന്നാൽ ആ പണക്കാരന്റെ സ്വഭാവം ശരിയല്ലാത്തതിനാൽ ആ ഒരു ബന്ധം അധികനാൾ പോയില്ല. അതിനുശേഷം രണ്ടാമതൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. അതാണെങ്കിൽ വലിയ കാശൊന്നുമുള്ള ആളല്ല, പക്ഷേ ജീവിതം സന്തോഷകരമായാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പല്ലവിയുടെ അച്ഛനാണെങ്കിൽ പല്ലവിയെ കല്യാണം കഴിക്കുന്നതും വലിയ കാശൊന്നുമില്ലാത്ത സാധാരണക്കാരനായി നല്ല സ്വഭാവമുള്ള പയ്യനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്നാണ് ആഗ്രഹവും. അതുകൊണ്ട് തന്നെ രാഘവന്റെ ആലോചന വന്നപ്പോഴും അവർ ആ ഒരു മാരേജ് പ്രപ്പോസലിന് ഓക്കെ പറഞ്ഞു. പല്ലവിയെ ആദ്യ കാഴ്ചയിൽ തന്നെ രാഘവൻ ഒരുപാട് ഇഷ്ടമായി. എന്നാൽ പല്ലവി പറയുന്നത്, ഇന്ന് നീ എന്നെ ഡേറ്റിങ്ങിന് കൂട്ടിക്കൊണ്ടു പോകണം, അവിടെ വെച്ച് ഞാൻ എന്റെ തീരുമാനം പറയാമെന്നും പറഞ്ഞു. അങ്ങനെ പല്ലവി പറഞ്ഞതനുസരിച്ച് രാഘവനാണെങ്കിൽ അവളെയും കൂട്ടി വൈകിട്ട് ഡേറ്റിങ്ങിനായി പോകും. രാഘവന്റെ പ്രവൃത്തിയൊക്കെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരുപാട് കെയർ ചെയ്യുന്ന പ്രവൃത്തിയായിരുന്നു രാഘവന്റേത്. മാത്രമല്ല രാഘവനാണെങ്കിൽ തന്റെ 6 വർഷത്തെ പ്രണയത്തെയും അതിന്റെ ബ്രേക്കപ്പിനെയും പറ്റി അവളോട് തുറന്നു പറഞ്ഞു. അത് കേൾക്കുന്ന പല്ലവിക്ക്, അയ്യോ, ഇവൻ എത്ര സിൻസിയർ ആയിട്ടാ ഒരു റിലേഷൻഷിപ്പിൽ ഇരുന്നത്, അതുകൊണ്ട് തന്നെ ഇവൻ എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞ് പല്ലവിയാണെങ്കിൽ അവനുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഓക്കെ പറഞ്ഞു. രണ്ടുപേരുടെയും എൻഗേജ്മെന്റും കഴിയുകയാണ്. ഒരിക്കൽ രണ്ടുപേരും വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെ രാഘവൻ കാർ ഓടിക്കുകയാണ്. അപ്പോൾ രാഘവനോട് പല്ലവി പറയുന്നുണ്ട്, ഈ സിഗരറ്റ് വലിക്കുന്ന സ്വഭാവം എനിക്ക് അത്ര ഇഷ്ടമല്ല എന്ന്. അത് കേട്ട രാഘവനാണെങ്കിൽ, ദേ ഞാൻ ഇപ്പോഴേ നിർത്തിയെന്ന് പറഞ്ഞ് തന്റെ ചുണ്ടിലിരുന്ന സിഗരറ്റ് ആണെങ്കിൽ തട്ടി ദൂരേക്കെറിയും. ആ സിഗരറ്റ് വന്ന് വീഴുന്നത് അടുത്തുകൂടി പോകുന്ന കാറിലിരിക്കുന്ന ആളിന്റെ ദേഹത്തേക്കായിരുന്നു. അത് മറ്റാരുമല്ല, രാഘവൻ പഠിച്ച കോളേജിലെ പ്രിൻസിപ്പൾ ആയിരുന്നു. പ്രിൻസിപ്പൾ ആണെങ്കിൽ രാഘവനെ കണ്ട് ഞെട്ടി. ഇത്രയും വലിയ ലക്ഷറി ആയിട്ടുള്ള കാറിൽ പോകുന്നത് കണ്ട് പ്രിൻസിപ്പൾ അവനെ ഫോളോ ചെയ്യുവാനായും പറഞ്ഞു. നേരെ വന്നത് അവന്റെ കമ്പനിയിലേക്കാണ്. രാഘവൻ ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഒരു US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയിലാണ്. എന്നാൽ അവിടെയുള്ളവരാണെങ്കിൽ രാഘവന് പ്രൊമോഷനൊക്കെ കൊടുത്ത് അവനെ US അയക്കുവാനുള്ള പ്ലാനാണ്. ഇതെല്ലാം അവിടെ വന്ന് നിൽക്കുന്ന പ്രിൻസിപ്പാൾ അറിയുന്നു. മാത്രമല്ല പ്രിൻസിപ്പാളിന് അയാളുടെ മകളാണെങ്കിൽ മാട്രിമോണിയിൽ നിന്നുള്ള ഒരു പ്രൊഫൈൽ അയച്ചു കൊടുത്തിട്ട്, അച്ഛാ ദേ ഈ ഒരു പ്രൊഫൈൽ നോക്കിയേ, ഹൈ ക്ലാസ് പാർട്ടിയാണെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞ് അയച്ചു കൊടുത്തത് രാഘവന്റെ പ്രൊഫൈലായിരുന്നു. ആ മാട്രിമോണിയിൽ വിളിച്ച് തിരക്കുന്ന സമയത്ത്, സാർ ഇത് ഹൈ ക്ലാസ് പ്രൊഫൈലാണ്, മാത്രമല്ല വലിയൊരു ഫാമിലിയിൽ നിന്നും ഇവന് കല്യാണമൊക്കെ ഓക്കെ ആയിരിക്കുകയാണെന്നും പറയുന്നു. അത് കേട്ട് പ്രിൻസിപ്പാൾ ഞെട്ടിയിരുന്നു. ആ വിവരമെല്ലാം മനസ്സിലിരിക്കുന്ന പ്രിൻസിപ്പാൾ ആണെങ്കിൽ ഇപ്പോൾ കമ്പനിയിൽ വന്ന് നിന്നപ്പോൾ രാഘവനെ കണ്ടിട്ട് അവനെ മാറ്റി നിർത്തിയിട്ട്, എടാ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ നിനക്ക് എങ്ങനെ അവിടെ ജോലി റെഡിയായത് എന്നൊക്കെ ചോദിക്കും. അതെല്ലാം ശ്രദ്ധിക്കുന്ന VP ആണെങ്കിൽ എന്താണ് പ്രശ്നമെന്ന് രാഘവനോട് ചോദിക്കുന്നു. അതോ സാർ, അത് കല്യാണത്തിന്റെ പ്രശ്നമാ, ഞാനെല്ലാം ഡീല് ചെയ്തോളാമെന്നും രാഘവൻ പറയുന്നു. അതിനുശേഷം രാഘവൻ നേരെ വന്നിട്ട് പ്രിൻസിപ്പാളിന്റെ കാലിൽ വീഴും. സാർ എന്നെ ചതിക്കരുത്, എന്റെ ജോലി കളയരുത് എന്നൊക്കെ പറയുമ്പോൾ പ്രിൻസിപ്പാൾ പറയുന്നത്, ആ ശരി, ഞാനായിട്ട് നിന്റെ ജീവിതം നശിപ്പിക്കത്തില്ല, നിനക്കിപ്പോൾ കല്യാണമൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ, ഞാനത് നശിപ്പിക്കത്തില്ല, നീ പേടിക്കണ്ട. പക്ഷേ ഒരുപാട് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെല്ലാം വെളിയിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ദേ നീയാണെങ്കിൽ ഇവിടെ സുഖിക്കുന്നു. നിന്റെ ഈ കാര്യങ്ങളൊന്നും പുറത്ത് പറയണ്ട എന്നുണ്ടെങ്കിൽ നിനക്കുള്ള 48 സപ്ലിയും നീ വന്ന് കംപ്ലീറ്റ് ചെയ്ത് നീ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചെടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിന്റെ ഈ കാര്യങ്ങളെല്ലാം ഞാൻ പുറത്ത് പറയുമെന്നും പ്രിൻസിപ്പാൾ വിരട്ടുന്നു. പ്രിൻസിപ്പാൾ പറഞ്ഞതനുസരിച്ച് കോളേജിലേക്ക് പഠിക്കുവാൻ പോയി എങ്ങനെയെങ്കിലും ആ ഒരു 48 സപ്ലിയും എഴുതിയെടുക്കുവാനായിട്ടും രാഘവൻ തീരുമാനിക്കുന്നു. പല്ലവിയോടും വീട്ടിലുള്ളവരോടും പറയുന്നത് 3 മാസത്തേക്ക് ബോംബെയിൽ ഒരു ട്രെയിനിങ് ഉണ്ട്, അതിന് പോകുന്നതാണ്. ഓഫീസിൽ പറഞ്ഞത് എനിക്ക് വീട്ടിൽ കല്യാണത്തിന്റെ ആകെ പ്രശ്നം, അതുകൊണ്ട് 3 മാസത്തേക്ക് വർക്ക് ഫ്രം ഹോം തരണമെന്ന് പറയുന്നു. VPയും അതിന് സമ്മതിച്ചു. അങ്ങനെ എല്ലാം ഓക്കെ ആക്കിയിട്ട് രാഘവൻ നേരെ വരുന്നത് കോളേജിലേക്കായിരുന്നു. പ്രിൻസിപ്പാളിന്റെ കൺമുന്നിൽ അന്നവൻ തൂക്കി എറിഞ്ഞിട്ട് പോയ
ആ ഒരു ID കാർഡ് ഉണ്ടല്ലോ, അത് പ്രിൻസിപ്പാളിന്റെ കൈവശമുണ്ടായിരുന്നു. പ്രിൻസിപ്പാൾ ആ ഒരു ID കാർഡും രാഘവന് കൊടുക്കുന്നു. അങ്ങനെ രാഘവൻ ക്ലാസ്സിലേക്ക് വരികയാണ്. പ്രിൻസിപ്പൽ രാഘവനെ കുറിച്ച് കുട്ടികളുടെ അടുത്തേക്ക് ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ കുട്ടികൾക്കെല്ലാം രാഘവൻ പരിചിതനായിരുന്നു. രാഘവനെ കണ്ടതും കുട്ടികളെല്ലാം ഡ്രാഗൻ അല്ലേ എന്നൊക്കെ ചോദിച്ചു വരികയാണ്. രാഘവനെ അനുകരിക്കുന്ന ഒരു കുട്ടി ഡ്രാഗനും ആ ഒരു കോളേജിലുണ്ടായിരുന്നു. കോളേജിൽ വന്ന രാഘവനാണെങ്കിൽ പല്ലവിയോട് ഫോൺ വിളിച്ച് റൊമാൻസ് ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. മാത്രമല്ല വിപിയുടെ ഭാഗത്തു നിന്നും വർക്കിന്റെ പ്രഷറും ഉണ്ടായിരുന്നു. അതെല്ലാം എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യുകയാണ് രാഘവനും. അതേസമയം രാഘവന്റെ കൂട്ടുകാരനായ അൻപ് ഫോൺ വിളിച്ചിട്ട്, ഡാ നീ വീണ്ടും കോളേജിലേക്ക് പോയല്ലേ, കൺഗ്രാറ്റുലേഷൻസ് എന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അൻപ് ചോദിക്കുന്നുണ്ട്, ഡാ നീ ആ ഒരു ഏജൻസിയോട് തന്നെ ചോദിച്ചു നോക്ക്, ഈ ഒരു അരിയർ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് പറ്റുമോ എന്ന്. അതനുസരിച്ച് രാഘവൻ ഉടനെ തന്നെ മാർക്കിനെ വിളിച്ച് വിവരം തിരക്കും. നിങ്ങളുടെ കോളേജുമായിട്ട് ഞങ്ങൾക്ക് ചെറിയ കണക്ഷൻ ഉണ്ട്, ഞാനൊന്ന് തിരക്കി നോക്കട്ടെ എന്ന് പറഞ്ഞ് മാർക്കും കോള് കട്ട് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ അവരുടെ കോളേജിലേക്ക് പുതുതായൊരു പ്രൊഫസർ ജോയിൻ ചെയ്യുകയാണ്. അത് മറ്റാരുമല്ല കീർത്തിയായിരുന്നു. കീർത്തി ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് കുട്ടി ഡ്രാഗനൊക്കെ അവളെ സൈറ്റ് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മാത്രമല്ല ബെഞ്ചിനടിയിൽ നിന്നും എന്തോ ശബ്ദം കേൾക്കുന്നു. ഉമ്മ കൊടുക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നതും. അതെന്തെന്നറിയുവാനായിട്ട് കീർത്തി ചെന്ന് നോക്കിയപ്പോൾ ദേ രാഘവൻ അവിടെ ഇരുന്ന് പല്ലവിയോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. രാഘവനാണെങ്കിൽ കീർത്തിയെ കണ്ടതും ഞെട്ടി എഴുന്നേൽക്കും. അവൻ ആകെ ദേഷ്യം വരും. കീർത്തിയോട് അവന് നല്ല വെറുപ്പാണല്ലോ. ഉടനെ തന്നെ ക്ലാസ്സിൽ നിന്നും അവൻ ഇറങ്ങിപ്പോവുക. അതിനിടയിൽ മാർക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട്, എടാ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നീ ഇനി എക്സാം എഴുതി പാസ്സാവുന്നതാണ് നിനക്ക് നല്ലതെന്നും മാർക്ക് പറയുന്നു. എന്നാൽ എല്ലാം കൊണ്ടും ദേഷ്യത്തിൽ നിൽക്കുകയായിരുന്ന രാഘവനാണെങ്കിൽ നേരെ പ്രിൻസിപ്പാളിന്റെ അടുത്ത് പോയിട്ട്, സാർ എന്നെ ദ്രോഹിക്കുവാൻ വേണ്ടിയിട്ടല്ലേ കീർത്തിയെ ഇവിടെ കൊണ്ടുവന്നത്? അത് കേട്ട് പ്രിൻസിപ്പാൾ പറയുന്നത്, കീർത്തി നിന്റെ ലവർ ആയിരുന്നു, അതെനിക്കറിയത്തില്ല. ഇത്രയും നല്ല പെൺകുട്ടി എങ്ങനെയാ നിന്നെ പ്രണയിച്ചത്? അവളെ ഞാൻ കൊണ്ടുവന്നതെന്നുമല്ല, അവള് നന്നായിട്ട് പഠിച്ച് എക്സാം ഒക്കെ എഴുതി അവൾ മെറിറ്റിലായി ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരാളിനെ ഞങ്ങൾക്ക് കളയാനാകില്ല, നിനക്ക് വേണമെങ്കിൽ പഠിക്കുവാനായിട്ടും പ്രിൻസിപ്പൾ അവനോട് പറഞ്ഞു. എല്ലാ ദേഷ്യവും വെറുപ്പും അവന്റെ മനസ്സിലുണ്ട്. എന്നാൽ അതേ സമയം തന്നെ അവന്റെ കൂട്ടുകാരനാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ദാ നീ ടിവിയിലെ ന്യൂസ് കണ്ടോ എന്ന് പറയും. അങ്ങനെ അവനാണെങ്കിൽ എന്താണ് ന്യൂസ് എന്ന് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അവന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞല്ലോ, ഫേക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്താണ് അവനൊരു കമ്പനിയിൽ ജോലിക്ക് കയറിയതെന്ന്. അവനെ ഇപ്പോൾ പോലീസ് പിടിച്ചിരിക്കുന്നു. ഫേക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത് കമ്പനിയിൽ കയറിയെന്ന് പറഞ്ഞ് അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വാർത്തയായിരുന്നു ന്യൂസിലൊക്കെ കാണിച്ചുകൊണ്ടേയിരുന്നത്. അതുകൊണ്ട് തന്നെ രാഘവൻ ജോലി ചെയ്യുന്ന കമ്പനിയിലും സ്റ്റാഫുകളുടെ എല്ലാം സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുവാനായിട്ടും VP തീരുമാനിച്ച കാര്യവും രാഘവൻ അറിയുകയാണ്. രാഘവൻ ആകെ ടെൻഷൻ, എന്ത് ചെയ്യുമെന്നറിയാതെ അവനാണെങ്കിൽ ടെറസിന് മുകളിൽ പോയിരുന്ന് കരയുകയാണ്. അതേസമയം കീർത്തി അവിടേക്ക് വരും. എന്നിട്ട് കീർത്തി പറയുന്നത്, ഡാ എന്റെ ഹസ്ബൻഡ് നല്ലൊരാളാണ്, പക്ഷെ എത്ര എന്നെ നന്നായിട്ട് നോക്കുമെന്ന് പറഞ്ഞാലും എന്റെ മനസ്സിൽ നല്ല കുറ്റബോധമുണ്ട്. നിന്നെ ഞാൻ ചതിച്ചു എന്നൊരു തോന്നൽ എനിക്കുണ്ട്. പക്ഷെ അതുകൊണ്ട് ഞാൻ പറയുകയാ, നീ നന്നായിട്ട് പഠിക്കണം. നിനക്ക് ഇപ്പോഴുള്ള പ്രശ്നങ്ങളെല്ലാം നീ മാറ്റിയെടുക്കണം. ഞാൻ നിന്നെ സഹായിക്കാം. എനിക്ക് അങ്ങനെയെങ്കിലും എന്റെ മനസ്സിലുള്ള ആ ഒരു വിഷമം മാറ്റിയെടുക്കാമല്ലോ എന്ന് കീർത്തി പറയുന്നു. അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം രാഘവനെ പഠിക്കുവാനായിട്ട് സപ്പോർട്ട് ചെയ്തത് കീർത്തിയായിരുന്നു. രാഘവനും പഠിക്കുവാനായിട്ടും തീരുമാനിച്ചു. മാത്രമല്ല ആ ഒരു കുട്ടി ഡ്രാഗൻ ഉണ്ടല്ലോ, അവന് കീർത്തിയെ ചെറിയൊരു നോട്ടമുണ്ടെന്ന് പറഞ്ഞില്ലേ, അവൻ കീർത്തിയെ ലൈനടിക്കുവാനൊക്കെ നടക്കുന്നത് രാഘവൻ ശ്രദ്ധിക്കുന്നുണ്ട്. രാഘവനാണെങ്കിൽ ആ ഒരു കുട്ടി ഡ്രാഗനെ കാണുന്ന സമയത്ത് താൻ എങ്ങനെയായിരുന്നു കോളേജിലെന്നും ഇത്രയും മോശമായിട്ടുള്ള ഒരാളായിരുന്നു എന്നൊക്കെ അവന് തന്നെ തോന്നുകയാണ്. അങ്ങനെ കുട്ടി ഡ്രാഗനോട് പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും നടന്നാൽ പോരാ, നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് ജോലി വാങ്ങണം, അല്ലാതെ ഇതൊന്നുമല്ല ലൈഫ്. നിന്നെ പോലെ തന്നെയായിരുന്നു ഒരു സമയത്ത് ഞാനും എന്നൊക്കെ പറഞ്ഞ് അവനെ ഉപദേശിച്ച് അവനെയും നല്ല വഴിക്ക് കൊണ്ടുവരികയാണ് രാഘവൻ. രാഘവന് പഠിക്കുവാനുള്ള എല്ലാ ഹെൽപ്പും ചെയ്യുന്നത് കീർത്തി തന്നെയായിരുന്നല്ലോ. അങ്ങനെ എക്സാം എത്തി. എക്സാമിന് ഹാൾ ടിക്കറ്റ് കീർത്തിയുടെ കയ്യിൽ നിന്നാണ് അവൻ വാങ്ങുവാനായിട്ട് എത്തിയതും. അന്ന് നീ എന്നെ സഹായിച്ചിരുന്നു, ഇന്ന് നീ എന്നെ സഹായിച്ചിരുന്നു, അതുകൊണ്ട് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞ് കീർത്തിയെ കെട്ടിപ്പിടിച്ചിട്ടാണ് അവൻ എക്സാം ഹാളിലേക്ക് പോകുന്നതും. അങ്ങനെ എക്സാമുകളൊക്കെ ഒരുവിധം തീരാറായി. ഇനി ആകെയുള്ളത് ഒരു എക്സാം കൂടിയാണ്. അന്നവന്റെ ബർത്ത്ഡേ ദിവസമായിരുന്നു. കീർത്തി അവൻ അടുത്തേക്ക് വരികയാണ്. സർപ്രൈസ് ആയിട്ട് കേക്കുമായിട്ടാണ് വരുന്നത്. അവർ കേക്ക് കട്ട് ചെയ്ത് ബർത്ത്ഡേ ആഘോഷിക്കുവാനായും തീരുമാനിച്ച സമയമായിരുന്നു പല്ലവിയുടെ കോൾ വന്നതും. പല്ലവിയാണെങ്കിൽ ഇവന്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കുവാനായിട്ട് അവൻ ബോംബെയിലാണുള്ളതെന്ന് പറഞ്ഞില്ലേ, ബോംബെയിലേക്ക് പോയിരിക്കുകയാണ്. പല്ലവി ബോംബെയിൽ എത്തിയതറിഞ്ഞ് രാഘവൻ ഞെട്ടി. അയ്യോ, എനിക്ക് ലീവ് കിട്ടിയപ്പോൾ ഞാൻ നിനക്ക് സർപ്രൈസ് തരാമെന്ന് കരുതി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നീ വേഗം ഫ്ലൈറ്റ് എടുത്ത് ചെന്നൈയിലേക്ക് വായെന്നും പറഞ്ഞു. എന്നിട്ട് രാഘവനാണെങ്കിൽ ആ ഒരു ഡ്രാഗൻ എന്ന് പറഞ്ഞു നടക്കുന്ന പയ്യനുണ്ടല്ലോ, അവനെയും കൂട്ടി വേഗം തന്നെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. പല്ലവി എത്തും മുമ്പ് തന്നെ അവർ രണ്ടുപേരും എയർപോർട്ടിലേക്കും എത്തി. പല്ലവിയാണെങ്കിൽ രാഘവനെ കാണുന്ന സമയത്ത് പറയുന്നുണ്ട്, എനിക്ക് മുൻപൊരു അഫെയർ ഉണ്ടായിരുന്നു. ഞാൻ US സമയത്ത് അവനും ഞാനും നല്ല പ്രണയത്തിലായിരുന്നു.
പക്ഷെ അവൻ എന്നോട് ഒരുപാട് നുണ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ നുണ പറയുന്നവരെ ഒട്ടും ഇഷ്ടമേ അല്ല. നീ എന്തെങ്കിലും എന്നോട് നുണ പറയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രാഘവനാണെങ്കിൽ മനസ്സിലൊരു ഇടിമിന്നൽ വീഴും പോലെയായി. ഞാൻ നിന്നോട് ഒരു നുണയും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അവളെ ചേർത്ത് നിർത്തും. അങ്ങനെ അടുത്ത ദിവസം അവൻ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തു. എന്നാൽ അവന് ഈ രാത്രി മുഴുവൻ ഓട്ടമായതിനാൽ അവൻ എക്സാമിനിരിക്കുന്ന സമയമെല്ലാം ഉറക്കം വന്നുകൊണ്ടേയിരുന്നു. കുറച്ചു നേരം അവൻ കണ്ണടച്ചിരുന്നപ്പോൾ ആരാ അവന്റെ ചെവിയിൽ പറയുന്നത് പോലെ 10 മിനിറ്റേ ഉള്ളൂ വേഗം എഴുതാനായിട്ട്. കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവൻ ഒരുപാട് നേരം ഉറങ്ങിപ്പോയിരുന്നു. അവൻ വേഗം തന്നെ വാരി വലിച്ച് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത് പുറത്തേക്കും വരുന്നു. അങ്ങനെ എക്സാമിന്റെ റിസൾട്ട് വന്ന് രാഘവനും പാസ്സായി. മറ്റൊരു വശത്ത് VP ആണെങ്കിൽ എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ് ഒക്കെ ചെക്ക് ചെയ്യുകയാണല്ലോ. അപ്പോൾ രാഘവന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുവാനായും തീരുമാനിച്ച് രാഘവൻ പഠിച്ചെന്ന് പറയുന്ന ആ കോളേജിലേക്ക് വിളിക്കും. പ്രിൻസിപ്പാൾ ആയിരുന്നു കോൾ എടുത്തത്. പ്രിൻസിപ്പാൾ പറയുന്നത്, രാഘവൻ ഞങ്ങളുടെ കോളേജിൽ പഠിച്ച സ്റ്റുഡന്റ് ആണ്, അവന് ഡിഗ്രിയും പാസ്സായിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ട് രാഘവൻ തുള്ളിച്ചാടും. ഒരിക്കലും അവന്റെ പ്രിൻസിപ്പാൾ അവന് വേണ്ടിയിട്ട് സംസാരിക്കുമെന്ന് അവൻ ഒരിക്കലും കരുതിയതേയില്ല. അങ്ങനെ രാഘവന്റെ കല്യാണവുമായി തലേ ദിവസത്തെ ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്താണ് ആ ഒരു കുട്ടി ഡ്രാഗൺ ഉണ്ടല്ലോ, അവൻ രാഘവൻ അടുത്തെത്തിയിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ക്ലാസ്സിലെ ടോപ്പറില്ലേ, അവന് ഒരു വിഷയം പോയി, അവൻ അതുകൊണ്ട് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു, ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, സീരിയസ് ആണെന്ന് പറഞ്ഞ് രാഘവനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ബാക്കിയുള്ള എല്ലാ വിഷയങ്ങൾക്കും അവൻ പാസ്സായി, നല്ല മാർക്കുണ്ട്, പക്ഷേ ഈ ഒരു വിഷയത്തിന് മാത്രം എങ്ങനെ തോറ്റുവെന്ന് രാഘവൻ ചോദിക്കുമ്പോൾ അവന്റെ ആ ഒരു പേപ്പർ രാഘവനെ കാണിക്കുന്നു. അപ്പോൾ അതിൽ നിന്നും ആദ്യത്തെ ഫസ്റ്റ് ഷീറ്റ് പേപ്പർ മാത്രം നല്ല ഹാൻഡ് റൈറ്റിംഗ്, ബാക്കി അങ്ങോട്ടുള്ള പേപ്പർ എല്ലാം വേറൊരു ഹാൻഡ് റൈറ്റിംഗ്. ആ ഹാൻഡ് റൈറ്റിംഗ് കണ്ടതും രാഘവന് തന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് മനസ്സിലായി. അവൻ ഉടനെ തന്നെ ആ ഒരു ഏജൻസിയെ വിളിച്ചിട്ട് മാർക്കിനോട് കാര്യം ചോദിക്കുന്ന സമയത്ത് മാർക്ക് പറയുന്നുണ്ട്, എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ രാഘവനാണെങ്കിൽ ഒരു പേപ്പറിൽ തോറ്റു പോകുമെന്ന സംശയമുണ്ടായി. അത് കാരണം ഉടനെ തന്നെ മാർക്കിനെ വിളിച്ചിട്ട് എനിക്ക് ഒരു പേപ്പറിൽ തോക്കുമെന്ന് തോന്നുന്നു, അതുകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് കൊണ്ട് മാർക്കും കൂട്ടരുമാണ് പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കളഞ്ഞത്. അതുകൊണ്ടാണ് നന്നായിട്ട് പഠിക്കുന്ന ആ ഒരു പയ്യൻ തോറ്റുപോയതും. സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച ആ ഒരു പയ്യന്റെ വീട്ടിൽ ചെന്ന് കാണുമ്പോൾ രാഘവന്റെ ഹൃദയം തകർന്നു പോകുന്നു. എന്തെന്നാൽ അവന്റെ വീട് വളരെ ചെറുതായിരുന്നു. മാത്രമല്ല അവന്റെ അമ്മ അത്ര കഷ്ടപ്പെട്ടാണ് അവനെ വളർത്തുന്നതും പഠിപ്പിച്ചതുമെല്ലാം. അവൻ ആ ഒരു എക്സാം കൂടി പാസ്സായിരുന്നെങ്കിൽ ഗൂഗിളിലായിരുന്നു അവന് ജോലി കിട്ടുന്നതും അവന്റെ ലൈഫേ രക്ഷപ്പെടുമായിരുന്നു എന്നുള്ള കാര്യം രാഘവന് മനസ്സിലായി. ആ ഒരു സങ്കടത്തോടെ നിറ കണ്ണുകളുമായിട്ടാണ് രാഘവൻ വിവാഹം കഴിക്കുവാനായിട്ട് മണ്ഡപത്തിലേക്ക് എത്തുന്നതും. അവനവളെ താലി കെട്ടുവാനായി പറ്റുന്നില്ല, അത്രയ്ക്ക് കുറ്റബോധം. എന്നാൽ രാഘവൻ എന്ത് ചെയ്യും? അവന്റെ പ്രിൻസിപ്പാളിനോടും അച്ഛനോടും അമ്മയോടും പല്ലവിയോടും പല്ലവിയുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. അത് കേട്ട് ദേഷ്യം വന്ന രാഘവന്റെ അമ്മയാണെങ്കിൽ അവനിട്ട് ഒരു അടി കൊടുക്കുന്നു. മാത്രമല്ല VPയും ഈ കാര്യങ്ങൾ അറിയിക്കുകയാണ്. ഫേക്ക് സർട്ടിഫിക്കറ്റ് വെച്ചാണ് ജോലിക്ക് കയറിയത് എന്ന കാരണത്തിനാൽ രാഘവനെ പിടിച്ച് 6 മാസത്തേക്ക് ജയിലിലും ഇട്ടു. മാത്രമല്ല അവന്റെ പേപ്പർ തമ്മിൽ നടന്ന ആ ഒരു തിരിമറിയുണ്ടല്ലോ, അതെല്ലാം നേരെയായി. ഇപ്പോൾ ആ ഒരു നല്ലോണം പഠിക്കുന്ന ആ ഒരു പയ്യനില്ലേ, അവനും ആ ഒരു വിഷയത്തിന് പാസ്സായി, അവന് ഗൂഗിളിൽ ജോലിയും കിട്ടി, അവന്റെ ലൈഫും ഹാപ്പിയായി. എന്നാൽ അവൻ പറയുന്നത്, ഞാൻ പഠിത്തം എന്ന് കരുതി എന്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. എനിക്ക് ഗായത്രി എന്നൊരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു, പക്ഷെ അവളോട് എനിക്ക് തുറന്നു പറയുവാനായിട്ടും പറ്റിയിട്ടില്ല. എപ്പോൾ ഞാൻ അവളോടുള്ള പ്രണയം തുറന്നു പറയണമെന്ന് കരുതുന്നു അപ്പോഴെല്ലാം എനിക്ക് എന്റെ അമ്മയുടെ മുഖം ഓർമ്മ വരും, ഞാൻ നന്നായി പഠിക്കുമെന്നൊക്കെ അവൻ പറയും. അതെല്ലാം അറിഞ്ഞ ഗായത്രിയാണെങ്കിൽ അവന് തിരിച്ച് മെസ്സേജ് അയക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും പ്രണയത്തിലാവുകയും ചെയ്യുന്നു. മറ്റൊരു വശത്ത് 6 മാസങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്നിറങ്ങുകയാണ് രാഘവൻ. ജയിലിൽ നിന്നും ഇറങ്ങിയ രാഘവൻ നേരെ പോയത് തന്റെ വീട്ടിലേക്കായിരുന്നു. EMI ഇട്ടൊരു വീട് വാങ്ങിയല്ലോ, അത് EMI അടയ്ക്കാൻ കഴിയാതെ ആ വീടും പോയി. ഇപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ പഴയ വീട്ടിലാണ് താമസിക്കുന്നതും. അവിടെ എത്തിയ രാഘവനാണെങ്കിൽ അച്ഛനോട് ചോദിക്കുന്നത്, ഇത്രയും പ്രശ്നമുണ്ടായിട്ടും എന്നെ ഇതുവരെയായിട്ടും അച്ഛനൊന്ന് വഴക്ക് പറഞ്ഞിട്ടില്ല, എന്നെ തല്ലിയിട്ടില്ല, അതെന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അച്ഛൻ പറയുന്നുണ്ട്, നീ എന്റെ മകനാ, കാരണം നീ ഒരു പയ്യന്റെ ജോലി കളഞ്ഞുകൊണ്ട് അവന്റെ ഭാവി നശിപ്പിച്ചും കൊണ്ട് നീ ഒരിക്കലും നിന്റെ ജീവിതം കെട്ടിപ്പടുക്കുവാനായി നീ ശ്രമിച്ചില്ല, അതുകൊണ്ട് നീ നല്ലവനാടാന്ന് പറഞ്ഞ് അവനെ കൂടെ നിർത്തുകയാണ് അച്ഛൻ. അവനും ഒരുപാട് സന്തോഷമായി. പിന്നീട് അതിനുശേഷം ഫുഡ് ഡെലിവറി ജോലിയാണ് രാഘവൻ ചെയ്യുന്നതും. പ്രിൻസിപ്പാളിന്റെ മകൾ ഫുഡ് ഓർഡർ ചെയ്തതിനാൽ അതുമായിട്ട് പ്രിൻസിപ്പാളിന്റെ വീട്ടിലെത്തി. രാഘവനെ കണ്ട പ്രിൻസിപ്പാൾ ചോദിക്കുന്നത്, നീ ഇപ്പോൾ ഈ ജോലിയാണോ ചെയ്യുന്നത്? അപ്പോൾ രാഘവൻ പറയുന്നത്, അതെ സാർ, എനിക്കിപ്പോൾ ഒരുപാട് സമാധാനമുണ്ട് എന്നായിരുന്നു അവൻ പറഞ്ഞതും. അങ്ങനെ പ്രിൻസിപ്പാൾ ആണെങ്കിൽ അടുത്തതായി വന്ന പുതിയ കുട്ടികൾക്കാണെങ്കിൽ രാഘവന്റെ കഥ തന്നെ പറഞ്ഞു കൊടുക്കുന്നു.
പറ്റിച്ചും കൊണ്ട് സുഖമായിട്ടുള്ളൊരു ജീവിതം കെട്ടിപ്പടുത്തിയിട്ട് അതിൽ നിന്നെല്ലാം പുറത്തു വന്നിട്ട് തെറ്റെല്ലാം മനസ്സിലാക്കി മറ്റൊരു ജീവിതം ജീവിക്കുന്ന രാഘവന്റെ കഥയാണ് പ്രിൻസിപ്പാൾ പറഞ്ഞു കൊടുക്കുന്നത്. പ്രിൻസിപ്പാളിന്റെ മകളാണെങ്കിൽ മുൻപ് രാഘവന്റെ പ്രൊഫൈലിൽ പ്രിൻസിപ്പാളിന് അയച്ചു കൊടുത്തല്ലോ. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പാൾ ആണെങ്കിൽ ഇപ്പോൾ രാഘവനെ കൊണ്ട് തന്റെ മകളെ വിവാഹം കഴിപ്പിക്കുവാനായി തീരുമാനിക്കുന്നു. പ്രിൻസിപ്പാളിന്റെ മകളെ ആദ്യമായിട്ടാണ് രാഘവൻ കാണുന്നതും അവളെ അവൻ ഓക്കെ പറയുകയും ചെയ്തു. അങ്ങനെ രാഘവന്റെ ജീവിതം സെറ്റിലാകുന്നതും കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.